തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ഹൈവേ NH-66 ഏതാണ്ട് 600 കിലോമീറ്റർ ഉണ്ട്. അതിൽ ആറ് കിലോമീറ്റർ താഴെ നമ്മൾ ചേരാനല്ലൂർ പഞ്ചായത്തിലുള്ളൂ. പക്ഷേ ഈ 6 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ദുർഘടം പിടിച്ചൊരു പാതയായിരുന്നു. പ്രത്യേകിച്ച് വരാപ്പുഴ പാലത്തിനോട് അടുക്കുന്ന സ്ഥലത്ത് എലിവേഷൻ 8 മീറ്റർ ഹൈറ്റിലായിരുന്നു. നമ്മളിവിടെ ഒരു സമരസമിതി രൂപീകരിച്ചു. അപ്പോൾ അതിൽ മനോജ് ഉണ്ടായി, ഞാനുണ്ടായിരുന്നു, നാട്ടുകാരെല്ലാം, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഷെമ്മി ഉണ്ട്. ഇവരെല്ലാവരും കൂടി സഹകരിച്ചാണ് നമ്മൾ സമരസമിതി മുന്നോട്ട് കൊണ്ടുപോവുകയും അവസാനം ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന ഉമേഷ് അതിനകത്ത് ഇടപെട്ട് എലിവേഷൻ താഴ്ത്തുകയും ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയും ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഹൈവേ വരുന്നതിൽ നമ്മൾ അതൊരു എതിർപ്പല്ല. പക്ഷേ ഹൈവേ വളരെയധികം ഹൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വെള്ളക്കെട്ടുണ്ടാവും നമ്മൾ കളക്ടറെ ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹൈവേയുടെ എലിവേഷൻ താഴ്ത്താനായിട്ട് നിർബന്ധിതരും. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ഷെമ്മി മെമ്പറാണ്. അദ്ദേഹം ആ പ്രാവശ്യം മരാപ്പറമ്പിലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ തോളോട് ചേർന്ന് സഹകരിക്കുകയും MLA അടുത്തും MP അടുത്തും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ മുൻപന്തിയിൽ നിന്നത് ഷെമ്മിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഷെമ്മിയെ പോലത്തെ ഒരു മെമ്പറാണ് നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമുള്ളത്. കാരണം ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടാൽ മാത്രമല്ല അതിന് പരിഹാരം കാണാനായിട്ട് പുള്ളിക്ക് ഒരു ആത്മാർത്ഥമായ ശ്രമമുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ നമ്മൾ എപ്പോഴും പഞ്ചായത്തിൽ എത്തിക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്താം. ചേരാനല്ലൂർ പഞ്ചായത്ത് നിങ്ങൾക്കറിയാവുന്ന പോലെ അത് CRZ3 ആയിരുന്നു. അതായത് ഗ്രാമീണ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ട് ശരിക്കും നമുക്ക് കെട്ടിടങ്ങളൊന്നും പണിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും ഷെമ്മിയെ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പറും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ NBF ഹാളിൽ വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടാണ് എന്തൊക്കെയാണ് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ആലോചിക്കുകയും അങ്ങനെ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരിനൊക്കെ നമ്മൾ ലെറ്റർ എഴുതുകയും ഒടുവിൽ എല്ലാവരുടെയും കൂടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ CRZ2 മാറി. CRZ2 എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന് നിയന്ത്രണങ്ങളൊന്നും ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഷെമ്മി വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെമ്മിയെ പോലുള്ളവരാണ് നമ്മുടെ പഞ്ചായത്തിൽ വരേണ്ടത്. അപ്പോൾ അതിനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്.